വെൽക്കം ടു ജിജീസ് ചാനൽ. ഇന്ന് നമ്മളോട് ഒപ്പം ഗസ്റ്റ് ആയിട്ടിരിക്കുന്നത് ജിജി ആൻഡ് ജെസി ഫ്രം ഡാലസ്. നമ്മളൊരു വ്യത്യസ്ത ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. എന്താണെന്നുള്ളതായിരിക്കും, വേറെ ഒന്നുമല്ല, കൊറോണ വൈറസ് COVID-19 പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ ഏകദേശം എനിക്കൊന്ന് 186 കൺട്രീസിലോളം കൊറോണ വൈറസ് വ്യാപിച്ചു കഴിഞ്ഞു. US-ലും മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ആയിക്കഴിഞ്ഞു. പക്ഷേങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച്, സപ്ലൈസ് പലതും കിട്ടുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ മാസ്കിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. കടയിൽ പോയി വാങ്ങാന്ന് വെച്ചാലും അവിടെയും സപ്ലൈസ് ഇല്ല. പക്ഷെ അതിന് പരിഹാരമായിട്ട് ഒരു താൽക്കാലിക പരിഹാരം എന്നോണം ജിജിയും ജെസിയും ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു മാസ്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് കാണിച്ചു തരും. വെൽക്കം ടു ജിജീസ് ചാനൽ, ജിജി ആൻഡ് ജെസി. ഹായ്, വെൽക്കം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് നേരെ ടോപ്പിക്കിലോട്ട് തന്നെ പോകാം. അതായത് ഈ മാസ്ക് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? മാസ്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടത് ഫിൽട്ടർ വേണം, ഫാബ്രിക് കോട്ടൺ ക്ലോത്ത് വേണം, റോപ്പ് വേണം, ഒരു തയ്യൽ മെഷീൻ വേണം. ഓക്കെ, ഈ സാധനത്തിന്റെ ഒക്കെ അവൈലബിലിറ്റി എവിടാ ഇത് കിട്ടുന്നത്? ഇത് ജോഹാൻ എന്ന് പറഞ്ഞ സ്റ്റോറിൽ പോയാൽ ഫാബ്രിക് സ്റ്റോറിൽ. ഓക്കെ, ഫാബ്രിക് സ്റ്റോറിൽ അവിടെ കിട്ടും. ഓക്കെ, പിന്നെ ഫിൽട്ടർ വാങ്ങുന്നതിന് വാൾമാർട്ടിൽ പോയാലും കിട്ടുന്നുണ്ട്. ഓ, അത് ശരി. അപ്പൊ ഈ ഫിൽട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ AC-യുടെ ഫിൽട്ടർ തന്നെയാണോ? ഫിൽട്ടർ ഉദ്ദേശിക്കുന്നത് സാധാരണ ഫിൽട്ടർ വാങ്ങിയാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്തെ ഫിൽട്ടർ വാങ്ങുമ്പോൾ അല്പം കുറച്ചുകൂടി നല്ലത് ബാക്ടീരിയയും വൈറസും കൂടെ ബ്ലോക്ക് ചെയ്യുന്ന ഈ ടൈപ്പ് ഫിൽട്ടർ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഇപ്പം ഈ N95 മാസ്കിനെ എന്നതിനെ പറ്റി ഇങ്ങനെ കൂടുതലായിട്ട് കേൾക്കണം. എന്താണ് ഈ N95 മാസ്ക്? മേ ബി ജെസിക്ക് അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമായിരിക്കും. അതെ, ജെസിക്കാണ് അതിനെ പറ്റി അറിയാൻ പറ്റുന്നത്. ഓക്കെ, N95 മാസ്ക് യൂഷ്വലി അത് ടൈറ്റ് സീലുണ്ട്. അത് വൈറസും മൈക്രോ ഓർഗാനിസവും പിന്നെ ഫിൽട്ടർ ചെയ്യുന്ന അവർ പറയുന്നത് വലിയ ഡ്രോപ്ലെറ്റ് പാർട്ടിക്കിൾസ്. പിന്നെ അതിന് സാധാരണ അത് ഹോസ്പിറ്റലുകളാണ് യൂസ് ചെയ്യുന്നത്. ഔട്ട്സൈഡേഴ്സിന് N95ന്റെ ആവശ്യമില്ല. പിന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം വലിയ പാർട്ടിക്കിൾസ് ഉള്ളിലേക്ക് പോകാതെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ അത് അന്നേരം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അതിപ്പോ കിട്ടാൻ ലഭ്യത വളരെ കുറവാണ്. ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ അത് ഉപയോഗിക്കുകയുള്ളൂ. കാരണം മെഡിക്കലി പ്രോബ്ലംസ് ഉള്ളവർക്ക്, COPD, ആസ്മ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ലീക്കേജ് സ്റ്റീലിന് ചുറ്റും വരുന്നുണ്ടോ, ഇതൊക്കെ നോക്കി ഫിറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കാറുള്ളൂ. ഇതിപ്പോ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളുടെ ഒന്നും ലഭ്യത ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീട്ടിലെങ്ങനെ ഇങ്ങനെ അതിന് തുല്യമല്ല, ഒരിക്കലും തുല്യമാകത്തില്ല. പക്ഷെ ഏകദേശമെങ്കിലും നമുക്ക് നമ്മുടെ ഈ ഇൻഫെക്ഷൻ തടയാൻ കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോന്ന് ന്യൂയോർക്കിലുള്ള ഫോമയുടെ നാഷണൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ജിബി തോമസിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. മാസ്കിന്റെ ലഭ്യത ഇല്ല എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ അവര് ഇതിന്റെ ടെക്നിക്കൽ ഇൻഫർമേഷൻ എല്ലാം തന്നത് റോച്ചെസ്റ്ററിലുള്ള മലയാളി അസോസിയേഷൻ ഭാരവാഹികളായ അനൂപ് കുമാറും അനൂപ് രാഘവൻ എന്ന രണ്ടുപേരാണ്. അവരുടെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഓക്കെ, ജിജി ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മളിപ്പോ ഈ അലർജി ഉള്ളവർക്ക് ഇപ്പൊ ഈ ഫിൽറ്ററിനകത്ത് വല്ലതും ഏതെങ്കിലും നമ്മുടെ മുഖത്തോട്ട് വെക്കുമ്പോൾ അലർജി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? സബ്സ്റ്റൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഫിൽറ്റർ ഉള്ളിലാണ് വരുന്ന ഫാബ്രിക് ക്ലോത്ത് പുറത്തു വരുന്നത് കൊണ്ട് അത് വരാൻ സാധ്യതയില്ല. പക്ഷേ ഇതൊന്നും സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അതിന് ഗ്യാരണ്ടി കൊടുക്കാൻ എനിക്ക് ഒരിക്കലും കഴിയത്തില്ല. നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇനിയിപ്പം വെള്ളത്തിൽ താണു പോകുമ്പോഴേ കച്ചിത്തുരുമ്പെങ്കിലും പിടിക്കാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള പോലെ നമ്മുടെ ഒരു ആവശ്യത്തിന് വെള്ളത്തിന് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ റിസ്ക് മാത്രം ഉപയോഗിക്കാൻ ഇത് പറ്റുള്ളൂ. അതെ, ഓക്കെ, ലെറ്റ്സ് ഗോ. സോ നമുക്ക് അതെങ്ങനെ
ഉണ്ടാക്കുന്നതിനെ പറ്റി ഒന്ന് കാണിക്കാം. ആ മെറ്റീരിയൽസ് ഒന്നുകൂടെ ഒന്ന് കാണിക്കാമോ? വേറെ കാണിക്കാം. വേണ്ടിയ കാണിക്കാം. നമ്മുടെ നേരത്തെ പറഞ്ഞ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഗതി ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഫിൽട്ടർ ആയിരുന്നു. ഓക്കെ. ഈ ഫിൽട്ടർ 24x30 1 ഇഞ്ചിന്റെ ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് നമ്മള് 2 ഗ്ലൗസ് വെച്ചിട്ട് കയ്യിലിട്ട് വളരെ ശ്രദ്ധിച്ച് ഇതിന്റെ കവറുകൾ എടുക്കണം. കാരണം ഇത് നെറ്റ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നെറ്റ് കൊള്ളാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം സൈഡിലുള്ള കാർഡ്ബോർഡുകൾ എടുത്ത് നെറ്റ് വലിച്ചെടുത്താൽ അതിന്റെ പിന്നെ ഇതുപോലെയുള്ള ഏകദേശം 40 മുതൽ 50 പീസുകൾ വരെ നമുക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കും. ശരി. ഓക്കെ. ഇതിന്റെ ഒരെണ്ണത്തിന് ഒരു പീസിന്റെ അളവ് 21.5 സെന്റിമീറ്റർ മുതൽ 17 വീതി 17.5 സെന്റിമീറ്റർ ആണ്. ശരി. ഓക്കെ. അതുപോലെ കോട്ടൺ ഫാബ്രിക്സ് നമ്മൾ എടുത്തിരിക്കുന്നതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു വീതി 21.5 സെന്റിമീറ്ററും ലെങ്ത് 28.5 സെന്റിമീറ്ററും അളവിൽ കട്ട് ചെയ്യണം. ഓക്കെ. അത് ഏകദേശം 2 പീസോളം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അത്. ഓക്കെ. അപ്പൊ ചോദിച്ചോട്ടെ, ഈ സ്പെസിഫിക് മെഷർമെന്റ് എടുത്തതിന്റെ മുന്നിൽ വല്ല കാരണങ്ങളുണ്ടോ, അതോ ജസ്റ്റ് ഒരു ആവറേജ് സൈസ്, ഒരാളുടെ മുഖത്തൊരു ആവറേജ് സൈസ് എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നതാണോ? അതെ, തികച്ചും ആവറേജ് സൈസ് മാത്രമാണ്. ഓരോ അളവാണ്, പക്ഷെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആൻഡ് പിന്നെ വേറെ ഏതൊക്കെ സപ്ലൈസ് അവിടെ കാണുന്നുണ്ടല്ലോ? വേറെ എന്തൊക്കെയുള്ളേ? ഏകദേശം 100 സെന്റിമീറ്റർ നീളമുള്ള 2 റോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അതിന്റെ റോൾ ഇതായിരുന്നു. ഇതിനെടുത്ത് 2 റോള്. പിന്നെ ഇത് മാത്രമേ സംഗതിയേ ഉള്ളൂ കാര്യമായിട്ടുള്ളത്. പിന്നെ ടേപ്പ്, അതിനുവേണ്ടി മെഷർമെന്റ് ഉണ്ട്, ഉണ്ട്. പിന്നെ ഇതിന് ശേഷം ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിരുന്നതാണ്. അത് ഞാൻ പിന്നെ അതിനെ പറ്റി പറയാം. ഓക്കെ. സൂയിങ് മെഷീൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൂയിങ് മെഷീൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ? തന്നെ നമുക്ക് കൈ കൊണ്ട് ഇതിന്റെ 2-3 വശം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് സൂയിങ് മെഷീൻ ഇല്ലെങ്കിലും ഈ ഇരിക്കുന്ന ക്ലോത്ത് നമ്മൾ 2 പീസ് എടുത്തിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വെക്കുക. അതിനുശേഷം ഇതിന്റെ 3 വശം മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഒരു വശം മാത്രം നമുക്ക് ഓപ്പൺ ആക്കി ഇടാം. ഓക്കെ. ഇപ്പൊ നമുക്കിപ്പം US-ലുള്ളവർക്കോ അല്ലെ യൂറോപ്പിലുള്ളവർക്കോ അമേരിക്കൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഈ ഫിൽറ്റർ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. പക്ഷെങ്കിൽ നമ്മളിപ്പം ഇന്ത്യയിലോ കേരളത്തിലെ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഫിൽറ്റർ അവൈലബിൾ ആയിരിക്കുമോ? അങ്ങനെ വരുമ്പോ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും? സാധ്യതയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർക്ക് അതിന് വേറെ എന്തെങ്കിലും വഴികൾ അവർ നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ. തൽക്കാലം അവിടെ AC-യുടെ ഉപയോഗം ഇല്ലല്ലോ. റൈറ്റ്, AC-യുടെ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഓക്കെ. നമുക്കിനി ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഗോ ഹെഡ്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന 2 ക്ലോത്തുകളെ ഇതിന്റെ ഫ്രണ്ട് വശം മുകളിലേക്കും ഇതിന്റെ ഫ്രണ്ട് വശം താഴേക്കും വരുന്ന രീതിയിൽ വെക്കുക. ആയതിനു ശേഷം ഇതിന്റെ 3 വശം മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ. ഈ 3 വശം സ്റ്റിച്ച് ചെയ്ത സാധനം ഇതുപോലെ ഇരിക്കും. ഓക്കെ. ഈ 3 വശം സ്റ്റിച്ച് ചെയ്തത് റീയൂസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നേരത്തെ എടുത്ത ഈ ഫിൽറ്റർ 21.5 സെന്റിമീറ്ററും 17.5 സെന്റിമീറ്ററിന്റെയും 2 ഫിൽറ്ററുകൾ എടുത്തിട്ട് അത് ഈ ക്ലോത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട്, ഇപ്പം റീയൂസബിൾ ഉണ്ട്, നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസ്പോസിബിൾ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേങ്കിൽ ഈ ഫിൽറ്ററിന്റെ വിലയും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ 2ാമത്തെ പ്രാവശ്യം നമുക്ക് ഡിസ്പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് എക്കണോമിക്കൽ അല്ലല്ലോ. സംഗതി ഒത്തിരി പൈസ ചെലവാകത്തില്ലേ? റീയൂസബിൾ ആണ്. അതിന്റെ സേഫ്റ്റി അന്നേരം ശരിക്കും നോക്കണം. കാരണം നമ്മളെ ഒരു എക്സ്പോസ് ആയി കഴിഞ്ഞ ഒരു COVID-19 ആണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് ഒരു ആള് നമ്മുടെ അടുത്തൂടെ കടന്നുപോയി, അത് മുഖത്ത് വെച്ചതിന് ശേഷം അവര് നമ്മുടെ മേത്തേക്ക് സ്നീസ് ചെയ്തോ അല്ലെങ്കിൽ കഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്നില്ല.
നമ്മൾ ആ ഭാഗത്തൂടെ കടന്നുപോയി ഇത് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആണെന്ന് ഓർക്കണം. നമ്മൾ ഗ്ലൗസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മുഖത്തുനിന്ന് ഇത് എടുത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കണ്ടാമിനേഷൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു സർഫസിന്റെ മുകളിൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കുകയോ ചെയ്യാതെ വേണം നമ്മൾ റീയൂസ് ചെയ്യാനായിട്ട് കഴുകാനായിട്ട് എടുക്കാൻ. റീയൂസ് എന്ന് പറയുമ്പോൾ ചെറിയ റിസ്ക് ഉണ്ട്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രശ്നമാണ്. ഓക്കെ ശരി. അപ്പം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്തതിനെ എടുക്കാം. ഇത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് ഇതിന്റെ 3 വശം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളായിരുന്നു. ഈ ഒരു സാധനം നമ്മൾ തിരിച്ചിടുന്നു. ജിജി, ഇത് കൂടാതെ വേറെ ബൈ ഡെയിലി പ്രൊഫഷൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാന് ഇവിടെ ഡാളസിലെ ബീം റിയൽ എസ്റ്റേറ്റിലെ ഒരു റിയൽറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. വെരി ഗുഡ്. ഓക്കെ. പിന്നെ ഇത് നമ്മള് റീയൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. അതേസമയം തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതിന് 3 വശം സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ക്ലോത്ത് ജസ്റ്റ് നമ്മള് അതും ടേൺ ഓവർ ചെയ്യുന്നു. എങ്ങനെയുണ്ട് കോവിഡിന്റെ സിറ്റുവേഷൻ അവിടെ ഇപ്പൊ ടെക്സസിൽ? എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ന്യൂയോർക്കിലെ പോലെ അത്രയും ബാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇത്രയും ഡിമാൻഡ് ഇവിടെ മാസ്ക് ഉള്ളത് കൊണ്ട് ഇവിടെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, ഷോർട്ടേജ് ഉണ്ട്. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് വരുമെന്നാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നത്. ഇതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് ഞാൻ ജെസ്സിയുടെ കൈ കൊടുക്കുകയാണ്. ഓക്കെ. ഇതിനകത്തേക്ക് 2 ഫിൽറ്ററുകൾ എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടെ മോർ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്ററുകളെ 2 എടുത്തത്. ഈ എടുത്ത സംഗതി ഇതിനുള്ളിലേക്ക് വെക്കുന്നു. ഇത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ 2 സൈഡിലും ഒരു 4 സെന്റിമീറ്റർ പിന്നെ വിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിനു ശേഷം ഇത് സെയിമില് നമ്മള് ഈ ഫിൽറ്ററിന്റെ ഫോൾഡിനനുസരിച്ചിട്ട് ഈ ക്ലോത്തും ഫോൾഡ് ചെയ്യാം. കാരണം ഇത് ഫോൾഡ് ചെയ്യാൻ എളുപ്പം, കാരണം ഫിൽറ്റർ ഓൾറെഡി ഫോൾഡ് ആണല്ലോ. അതെ. പ്രത്യേകിച്ച് ഈ കോട്ടൺ തുണിക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ഫിൽറ്റർ ഇരിക്കുന്ന ഭാഗം ഇതിന്റെ മധ്യഭാഗത്താണ്. പക്ഷെ ഫിൽറ്റർ ഈ ക്ലോത്തിനുള്ളിലായതുകൊണ്ട് ഇത് ശരീരഭാഗത്ത് ടച്ച് ചെയ്യുന്നില്ല. അതിനുശേഷം ഈ 100 സെന്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന ഇതിന്റെ ഈ ട്രെയിൻ 2ആയി മടക്കി ഇതിന്റെ ഇങ്ങനെ ഒരു നോട്ട് ഇടുക. ഇതുണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ ഈ ഒരെണ്ണം സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര മിനിറ്റ്സ് വേണ്ടി വരും? ഒരു 10 മിനിറ്റ് കൊണ്ട് സുഗമമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒത്തിരി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും തലേന്നോ രാവിലെയോ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മാസ്ക് ആയി. ഇപ്പം കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ന്യൂയോർക്കിലെ സ്ഥിതി പോലെ ഇവിടെ ടെക്സസിൽ വരുവാണെങ്കിൽ നമുക്ക് വെളിയിൽ ഇറങ്ങാനും കഴിയത്തില്ല, സാധനങ്ങളൊന്നും കിട്ടത്തില്ല. സോ അപ്പം ഇത് നേരത്തെ കരുതി വെക്കുന്ന നല്ലതാണ്. പിന്നെ ഇപ്പം എല്ലാരും എനിക്ക് തോന്നുന്നു അസോസിയേഷൻസും ഗവൺമെന്റ് തലത്തിൽ അവര് N95 ലഭ്യത കിട്ടാൻ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഓക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ അത് തീർന്നോ? ഇപ്പൊ ഉണ്ടാക്കിയത് കഴിഞ്ഞോ? അതെ, ഈ ഉണ്ടാക്കിയിരിക്കുന്നത് തീർന്നിരിക്കുന്നു. ഇത് നമുക്ക് ജെസ്സി ഒന്ന് വെക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രമിച്ച് നോക്കാം. അപ്പൊ ഇതിനകത്തില് ഇത് ത്രെഡ് കെട്ടണമെങ്കിൽ രണ്ടാമതൊരാടെ ഹെൽപ്പ് വേണോ? വേണ്ട, ഒരിക്കലും വേണ്ട. സ്വന്തം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പൊ ഈ മൂക്കിന്റെ അവിടെ ഇത് ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കണ്ടായോ? കാരണം ആ ഒരു മെറ്റീരിയൽ ഫിൽട്ടർ ആയതുകൊണ്ട് ഫ്ലെക്സിബിൾ ആയിരിക്കില്ലേ? നമ്മൾ എത്രമാത്രം ടൈറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് ടൈറ്റ് ആയിരിക്കും. ഈ ത്രെഡ് അങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡാണ്. ഇത് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ കുറച്ചും കൂടി മോർ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നമുക്കൊരു ഇതിന്റെ നമുക്കിപ്പോ അത് അലക്കുമ്പോ ഇതിന്റെ സേഫ്റ്റി നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ലോക്കൽ മാസ്ക്, സർജിക്കൽ മാസ്ക് കിട്ടുവാണെങ്കിൽ, ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇത് ഡയറക്ട്ലി ക്ലോത്തിലേക്ക് വന്ന് വരത്തില്ല. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ എളുപ്പമായി. ഈ മാസ്ക് കിട്ടാൻ എളുപ്പമുണ്ട്. പക്ഷെ ശരി. ഓക്കെ. N95 ഉള്ള അവൈലബിലിറ്റിക്ക് പ്രയാസം. ഈ ഫിൽറ്റർ ഉള്ള സാധനത്തിന് പ്രയാസമാണ്. ഞാൻ കേട്ടു ജിജി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറച്ചേറെ ഉണ്ടാക്കുന്നു കേട്ടു. കുറച്ചേറെ ഉണ്ടാക്കി അയക്കാൻ പ്ലാൻ ഉണ്ടോ? ബിസിനസ് ആയിട്ട് ചെയ്യാൻ ഒരു ആഗ്രഹമില്ല. ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അവര് 2-3 എണ്ണം തന്നത് വളരെ സന്തോഷകരമായിരുന്നു. അന്നേരം മുതലാണ് ഞാൻ ചിന്തിച്ചത് മറ്റൊരാൾക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാൽ കഴിവത് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ. ഇതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വല്ലതും ഉണ്ടോ? ഒത്തിരി ആൾക്കാർ ഇതിന്റെ ചില ആൾക്കാർക്ക് ഇതിന്റെ സേഫ്റ്റി എത്ര ഉണ്ട്, ഇതിന്റെ മൈക്രോ ഓർഗാനിസം വൈറസും ഫിൽറ്റർ ചെയ്യുന്നത് എന്താ ഉറപ്പ് എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്കൊരു ഉറപ്പുമില്ല. നമ്മളിപ്പം ന്യൂയോർക്കിൽ നിന്ന് അവർ തന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് AC ഫിൽറ്റർ ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ട്, ഇങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇതിന്റെ സയന്റിഫിക് കാര്യങ്ങളൊന്നും അവര് നോക്കിയിട്ടായിരിക്കാൻ വഴിയില്ല. ഇത് FDA-യുമായിട്ടും യാതൊരു ബന്ധമൊന്നുമില്ല. ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡിനേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം ഈവൻ ചില ഹോസ്പിറ്റലുകള് അമേരിക്കയിലെ ഏതോ സ്റ്റേറ്റില് ഞാൻ കേട്ടു സ്കാർഫ് ഉപയോഗിക്കാൻ നഴ്സസിനോട് പറഞ്ഞെന്ന്. സോ അത് ഇത്രയും അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതിനേക്കാളും സ്കാർഫിന്റെ സെയിം തിങ് തന്നെ, സ്കാർഫിന്റെ ഉള്ളിൽ നമ്മൾ ഫിൽറ്റർ വെച്ചതേ ഉള്ളൂ. അത് നമുക്ക് കെട്ടാൻ പാകത്തിനൊന്നും ഉണ്ടാക്കി അത്രേ ഉള്ളൂ. വേറെ ഇതിനകത്ത് കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ടൊരു വീട്ടിൽ നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഈ കാണിച്ച വീഡിയോ അത് അനേക ആൾക്കാർക്ക്, അനേക ആയിരങ്ങൾക്ക് അത് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് സേഫ്റ്റിക്ക് വേണ്ടി കൂടുതൽ ആൾക്കാർ മെഷേഴ്സ് എടുക്കട്ടെ. ഇത് കണ്ടിട്ട് അവർക്ക് പ്രയോജനമാവട്ടെ. അല്പസമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. Okay, thank you. Thank you. Thank you. Bye. Bye.